ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൂസ് പെനിൻസുല വെക്കേഷൻ്റെ 4th ഡേ ആട്ടോ. അപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് ഹാഫ് വേ ലോക്ക് ഡംപ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോപ്പുലർ അട്രാക്ഷനാണ്. ഇപ്പോൾ ഒരു പോപ്പുലർ അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെയും പാർക്കിങ് മുൻകൂട്ടി നമ്മൾ ഓൺലൈൻ എടുത്തിട്ട് വേണം കേട്ടോ വരാൻ. അപ്പോൾ ഞങ്ങൾ ഓഫ് സീസണിൽ വന്നുകൊണ്ട് നമുക്കിവിടെ വന്നിട്ട് എടുത്താലും മതിയായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത്, ഇത് ഈസി ട്രെയിലാട്ടോ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഹാഫ് വേ ലോങ് ഡമ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വന്നതാണ്. അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സണ്ണി ഡേ ആണ്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ മഴയാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടുത്തെ നമ്മളെ ലാസ്റ്റ് ഡേ ആണെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാഹ്. കണ്ടതാ, ഇതാണ് ഒരു ഫുൾ വ്യൂ വരിക. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വ്യൂ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോറസ്റ്റാണ് ശരിക്കും. ബെയറുണ്ടെന്നൊക്കെ പറയുന്നു, ബെയറിനൊന്നും വരാതിരിക്കട്ടെ. എന്നാലും നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വ്യൂ നോക്കാം. ഇനി ഹാഫ് വേ ലോക്ക് ഡംപ് മാത്രമാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിൽ വളരെ ഈസി ട്രെയിലാണ്. അതായത് വീൽ ചെയറും സ്ട്രോളേഴ്സൊക്കെ അക്സസിബിൾ ആയിട്ടുള്ള ട്രെയിലാണ്. പെട്ടെന്ന് നമുക്ക് നടന്നെത്താൻ പറ്റുന്നൊരു ട്രെയിലാണ്. പക്ഷേ അവിടെ ഇതും ഒരു ബ്രൂസ് ട്രെയിലിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ഹാഫ് വേ ലോക്ക് ഡംപിൽ നിന്ന് നമുക്ക് ഗ്രോട്ടോയിലേക്കും പോകാൻ പറ്റും. അതുപോലെ തന്നെ ഡയസ് ബേയിലേക്കും ഒക്കെ നമുക്ക് ഈ ഒരു ട്രെയിൽ തന്നെ നടന്ന് പോകാം. അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഈ ഫോറസ്റ്റിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പ് സ്പോട്ടുകളൊക്കെ ക്യാമ്പ് ചെയ്തിട്ട് എത്രയോ ദിവസങ്ങളെടുത്ത് ട്രെയിൽ ഫുള്ള് നടക്കുന്നവരുണ്ട് കേട്ടോ, ബ്രൂസ് ട്രെയിൽ. അയ്യോ, വെള്ളം നോക്കിയേ, വെള്ളം കുറേ ദൂരം നമുക്ക് നടക്കാം. ഫുള്ള് കല്ലുകൾ വീണിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് എത്രത്തോളം ക്യാമറയിൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഈ ഒരു സ്ഥലത്തിന് ഹാഫ് വേ ലോക്ക് ഡം എന്ന പേര് വന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. പണ്ട് കാലത്ത് ഈ സ്ഥലം മരം വെട്ടിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് മരങ്ങൾ വെട്ടിയിട്ട് താഴെയുള്ള മില്ലുകളിലേക്ക് ഈ ഒരു നദിയിൽ കൂടി ഒഴുക്കി വിട്ടിരുന്നു. അങ്ങനെ ആ തടികൾ പിന്നീട് ഫർണിച്ചറുകളും അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യവസായ കേന്ദ്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആ ഒരു പേര് വരാൻ കാരണം. പക്ഷേ ഇന്നത് ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്ന ഒരു പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ സ്റ്റണ്ണിങ് വ്യൂ ആണ്, ഭയങ്കര രസമുള്ള വ്യൂ ആണ്. എസ്പെഷ്യലി ഞാൻ വീണ്ടും എടുത്ത് പറയണമെന്ന് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ട്, നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് വന്നുകൊണ്ടാട്ടോ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ സ്ഥലം. അതെല്ലാം ഒരുപാട് ക്രൗഡഡ് ആകുമ്പോൾ നമ്മൾ എൻജോയ്മെൻറ്റ് ലെവലും കുറയുമല്ലോ. അങ്ങനെ നമ്മൾ ഹാഫ് വേ ലോക്ക് ഡംപ് ഒക്കെ കണ്ടിട്ട് വേറൊരു ട്രെയിലിലോട്ട് കയറിയതാണ്. ഇത് ഹൈ ഡംപിലേക്കുള്ള ട്രെയിലാണ്. 6.2 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അത്രയും പോണില്ല. അതിൻ്റെ ഇടയ്ക്കൊരു ലുക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ട്, ബൂൺ ട്രീ ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ട്രെയിൽ പാത്ത്. നമ്മളും പ്രകൃതിയും മാത്രം, വേറെ ആരുമില്ല. അപ്പം എന്തായാലും ആ ലുക്കൗട്ട് കാണാൻ പറ്റുമോയെന്നൊന്ന് നോക്കാൻ വിചാരിച്ചിട്ടാണ്. 6.2 കിലോമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പോയിട്ട് പിന്നെ നമ്മളൊരു 6.2 തിരിച്ച് നടക്കണം, കാരണം ഇത് ഔട്ട് ആൻഡ് ബാക്കാണ്. അപ്പോൾ അതെന്തായാലും നടക്കില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തുകയാണെങ്കിൽ ആ വ്യൂവും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ട്രെയിൽ പാത്ത് വരിക. ഓക്കെ, അപ്പം ഞങ്ങൾ നടക്കട്ടെ. ഈ വ്യൂ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കൊടും കാടാണ്, അതിൻ്റെ അകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ നടക്കുകയാണ്. ഇത്രയും നേരം നടന്നിട്ട് ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഇനി എങ്ങോട്ടേക്കാ? സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വഴി മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കണ്ട ആ മരത്തിൽ കണ്ട വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കണേ. അങ്ങനെ കുറച്ച് മരങ്ങൾ അവർ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പെയിൻറ്റ് നോക്കിയാണ് നമ്മൾ പോകാം. ഇപ്പോൾ ഇവിടെ ഒരു മരം, അത് കഴിഞ്ഞിട്ട് ഇതാക്കണ്ട അവിടെ ഒരു മരം. അപ്പോൾ അങ്ങനെ നോക്കി പോയിൻ്റ് നോക്കിയാണ് പോണത്. അങ്ങനെ കേട്ടോ വഴി മനസ്സിലാക്കണം. അതുകൊണ്ടോ നല്ല കാടാണ്. ഇനി അങ്ങോട്ടല്ല, നമുക്ക് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടാണെന്ന് തോന്നും, പക്ഷേ മരം പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ,
അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ വഴി എന്നുള്ളത്. ഓടിയാൽ പോലും എവിടെ എത്തത്തില്ല, ആ കോലത്തിലാണ് ഞങ്ങളുള്ളത്. അതെ, ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാ. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. മാപ്പ് നോക്കിയപ്പോൾ ഹാഫ് വേ ആയിന്ന് കണ്ട്, അപ്പോൾ ബാക്കിയും കൂടി പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അവിടെ എത്തുകയാണെങ്കിൽ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ നമ്മളെ മാപ്പ് നോക്കിയപ്പം ഓൾമോസ്റ്റ് അവിടെ എത്തിയെന്നാണ് കാണിക്കണേ. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. തിരിച്ച് ഇതേ വഴി അങ്ങനെ നടക്കണം. ഇതാട്ടോ കയറിപ്പോണ വഴി. ഇത്തിരി കൂടി ദൂരം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഒന്ന് പോയി നോക്കാം. അഥവാ കണ്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നടക്കാമെന്ന് വിചാരിക്കണം. കാരണം ഈ വഴി ഫുള്ള് തിരിച്ച് നടക്കുന്നത് അത്ര എളുപ്പമുള്ള സംഭവമല്ല. അപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ ധൈര്യത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പേടിയൊക്കെ ചെയ്യും കേട്ടോ. കാരണം ഒരാളെയും കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊരു 1/4 മണിക്കൂറിൽ കൂടുതൽ ഈ കാടിൻ്റെ അകത്തൂടി നടന്നിട്ട് ഒരൊറ്റ മനുഷ്യൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല. നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് വന്നിട്ടുമില്ല. പക്ഷെ എന്നാലും എന്താ പറയുക, അവിടെ ആ ഒരു ലുക്കൗട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ഇത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് നടന്നിട്ട് അത് കാണാതെ എങ്ങനെയാണ് തിരിച്ചു പോകാമെന്നുള്ള ഒറ്റൊരു ഇതിലങ്ങ് നടന്നതാണ് കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. യാ, ഫൈനലി നമ്മളത് കണ്ടുപിടിച്ചു. ഇതാണെന്ന് തോന്നുന്നു. വേറെ ലുക്കൗട്ട് പോയിൻറ്റ്സ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. യാ, ദിസ് ഈസ് ദ വൺ. എന്തായാലും ഇത്ര ഹൈക്ക് ചെയ്തത് വർത്താണോ നമുക്ക് നോക്കാം. അടിപൊളി. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ ഒരു വ്യൂ. ഈ വെള്ളം തന്നെയാണ് ഇവിടുത്തെ ഒരു ഭംഗി. അപ്പം നമ്മൾ ഇത്രയൊക്കെ നടന്നു വന്നിട്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് ആ ട്രെയിൽ പോയി കഴിയുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു രസമാണ്. ഓരോ ലുക്കൗട്ട് വെറുതെ നടക്കുമ്പോൾ നമുക്ക് ബോറടിക്കും, പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലുക്കൗട്ട് ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇനി ഞങ്ങൾ തിരിച്ചു പോട്ടെ കേട്ടോ. ഇന്ന് ഒരു ഹൈക്കും കൂടി പോകണമെന്നുണ്ട്. നോക്കട്ടെ, ഇൻഷാല്ലാ പറ്റുവാണെങ്കിൽ ആ ഹൈക്കും കൂടി ചെയ്യണമെന്നുണ്ട്. ഇന്നലെ പോയിട്ട് നമ്മൾ ഇത്തിരി ഒരു എന്താ പറയുക സേഫ് അല്ലാന്ന് തോന്നിയോണ്ട് നമ്മൾ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇത്രയും ദൂരം നടന്ന സ്ഥിതിക്ക് മറ്റേത് ഇത്രയൊന്നുമില്ല, കുറച്ചുകൂടി ഷോർട്ട് ഹൈക്കാണ്. ഇതുപോലെ കാടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ. അപ്പോൾ അത് പോയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. ഇൻഷാല്ലാ നോക്കട്ടെ. ഇത് നടന്നെത്തുന്ന പോലെ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്യൂ പോയിൻ്റ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മുടെ ഹാഫ് വേ ലോക്ക് ഡംപ് കഴിഞ്ഞിട്ട് ഹൈ ഡംപിലേക്കുള്ള റൂട്ടിൽ എത്ര കിലോമീറ്റർ നടന്നു കാണുക? കുറച്ച് ദൂരം നടക്കണം. ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഒക്കെ നമ്മൾ നടന്ന് കാണത്തില്ല എന്തായാലും. 2 കിലോമീറ്ററിന് മുകളിലൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയണം. 1 വേ കേട്ടോ. എന്നിട്ട് ഈ വഴി മുഴുവൻ തിരിച്ചു പോകണം. അപ്പോഴാണ് ആ ഒരു ലുക്കൗട്ട് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിലൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. തിരിച്ചു വരുന്ന വഴി കണ്ടൊരു കാഴ്ച കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ബെയറുണ്ടെന്നുള്ള ഉറപ്പായി. ബെയർ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഫുള്ള് മാന്തി പറിച്ചിട്ടിട്ടുണ്ട് ട്രീ. ഒരു മരത്തിന് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് എത്താറായെന്ന് തോന്നുന്നു തിരിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഹാഫ് വേ ലോഗ് ഡംപ് വിശേഷങ്ങൾ. ഇനി അടുത്ത ട്രെയിൽ ഏതാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അതാ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ. ടാറ്റ ബൈ.